നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഓഡിയോ മിക്സിംഗ് കൺസോളിൽ കാണുന്ന എഫക്ട്സ് എന്ന ആ സെക്ഷൻ എന്താണ് ഓഡിയോയിൽ അത് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതൊരു ഓഡിയോ മിക്സർ എടുത്താലും അതിൻ്റെ ഒരു പ്രത്യേക ഏരിയയിൽ നമുക്ക് എഫക്ട്സ് എന്ന ഒരു സെക്ഷൻ കാണാം. അതുപോലെ തന്നെ ഓരോ ചാനലിലും ഒരു എഫക്ട്സിന് ഒരു നോബ് കാണാം. ഇത് ഞാൻ അനലോഗ് മിക്സറിനെ കുറിച്ചാണ് പറയുന്നത്. ഡിജിറ്റൽ മിക്സറിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അനലോഗ് മിക്സറിൽ ഒരു നോബ് കാണാം. 2 എഫക്ട്സ് എഞ്ചിൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ 2 നോബായിരിക്കും എഫക്ട്സിന് വേണ്ടി ഉണ്ടാകുക. ഈ എഫക്ട്സ് എന്ന ഈ സംഭവം ഒരു ഓഡിയോയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു കല്യാണത്തിന് പോകുകയാണെന്ന് നോക്കുക. നമ്മുടെ തന്നെ കല്യാണം ആണെന്ന് വെക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന പരുവത്തിലായിരിക്കില്ല കല്യാണത്തിന് പോവുക. നമ്മളൊരു മേക്കപ്പ് മാനെ വിളിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് മേക്കപ്പ് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടായിരിക്കും കല്യാണത്തിന് പോവുക. ഇത് തന്നെയാണ് ഒരു എഫക്ട്സ് ഒരു ഓഡിയോ സിഗ്നലിൽ ചെയ്യുന്നത്. മൈക്കിൽ നിന്ന് വരുന്ന ഒരു സിഗ്നലിനെ അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഡെപ്തൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് പുറത്തെത്തിക്കുക എന്ന പണിയാണ് ഒരു എഫക്ട്സ് ചെയ്യുന്നത്. നമ്മളൊരു പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ടിന് കുറച്ചുകൂടെ ഡെപ്ത് കൊടുക്കുക, ഒരു റിവർബ് കൊടുക്കുക, കുറച്ച് ഡിലേ കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു എഫക്ട്സ് പാനൽ അവിടെ ചെയ്യുന്നത്. നമ്മുടെ ശബ്ദം നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന ശബ്ദമാണെങ്കിൽ പോലും അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് ആൾക്കാർക്ക് കേൾക്കാൻ പരുവത്തിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് എഫക്ട്സ് അവിടെ ചെയ്യുന്നത്. നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്താലും നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്ലോ ഉണ്ടാകും. ആ ഗ്ലോയാണ് എഫക്ട്സ് നമ്മുടെ ശബ്ദത്തിൽ ചെയ്യുന്നത്. എഫക്ട്സ് പലതരത്തിലുണ്ട്. അത് പല റേഞ്ചിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൻ്റെ ക്വാളിറ്റി. അതൊരു മേക്കപ്പ് മാൻ്റെ കഴിവാണ്. നമ്മളൊരു നല്ല മേക്കപ്പ് മാൻ്റെ അടുക്കലാണ് ചെല്ലുന്നതെങ്കിൽ അയാൾ നല്ല മനോഹരമായിട്ടായിരിക്കും നമ്മളെ മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ സൗണ്ട് എഞ്ചിനീയറിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ സൗണ്ടിനെ കൃത്യമായി ഡിസൈൻ ചെയ്ത് കൃത്യമായ പരുവത്തിൽ പുറത്തെത്തിക്കുന്നത്. ഇവിടെ കൃത്യമായി അതറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം നമ്മൾ സാധാരണ സംസാരിക്കുന്ന ശബ്ദത്തേക്കാൾ മോശമായി പുറത്ത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ സൗണ്ട് സിസ്റ്റം ഉണ്ട്, നല്ല മിക്സറുണ്ട്, നിങ്ങൾ നല്ല പാട്ടുകാരനാണ്, നിങ്ങളുടെ മിക്സറിൽ എഫക്ട്സ് എല്ലാം ധാരാളമുണ്ട്. എന്നിരുന്നാൽ പോലും അത് കൺട്രോൾ ചെയ്യുന്ന ഒരാളുടെ കയ്യിലാണ് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി അറിയാത്ത ഒരാളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന ശബ്ദം വളരെ മോശമായിരിക്കും. അപ്പോൾ എഫക്ട്സ് എന്നത് നമ്മുടെ ശബ്ദത്തെ മോഡിഫൈ ചെയ്ത് പോളിഷ് ചെയ്ത് പുറത്തെത്തിക്കുക എന്ന പരിപാടി ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ശബ്ദത്തിൻ്റെ മാറ്റം. എഫക്ട്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ എഫക്ട്സ് സെറ്റ് ചെയ്യുന്നത് ഓരോ ടെക്നീഷ്യൻ്റെയും കഴിവിൻ്റെ അനുസരിച്ചായിരിക്കും ഇരിക്കുക. ഇപ്പം നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ആ എഫക്ട്സ് പ്രോപ്പറായിട്ട് ഗുണം ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഫക്ട്സ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായൊരു പാരാമീറ്റർ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. എഫക്ട്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ആ കൃത്യമായിട്ടുള്ള പാരാമീറ്റർ നിങ്ങളുടെ മിക്സറിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആകാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ചും നമ്മൾ വർക്ക് ചെയ്യുന്ന മിക്സറിനനുസരിച്ചും ഔട്ട്പുട്ട് കേൾക്കുന്ന സ്പീക്കറുകൾക്കനുസരിച്ചും ഒക്കെ തന്നെ ഈ എഫക്ട്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു പാരാമീറ്റർ അളന്ന് കാണിച്ച് തരാനായിട്ട് പറ്റില്ല. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷേ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വയം ഇഷ്ടത്തിന് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സിൽ സൗണ്ട് പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു ആസ്വാദനം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. കാരണം ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിലാണ് ഓരോ തരത്തിലുള്ള മിക്സറുകളാണ് ഉപയോഗിക്കുന്നത്, ഓരോ തരത്തിലുള്ള എഫക്ട്സുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൃത്യം പോയിൻ്റ് എവിടെയും ഇല്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട്സ് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.